ഹായ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലവറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതിൽ കാണുന്ന പോലെ സൈസുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. പെൻസിലുകൊണ്ട് ഒരു പെറ്റൽ ഷേപ്പ് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ സൂക്ഷിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് എടുക്കുന്നതൊക്കെ സൂക്ഷിച്ച് വേണം കേട്ടോ, എപ്പോഴും പറയുന്ന പോലെ. എന്നിട്ട് ഇതിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കിയാൽ ഇതുപോലെ ഒരു ഫ്ലവർ കിട്ടും. അപ്പോൾ അതിനെ പിന്നെ ചെയ്യാനുള്ളത് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഷേപ്പാക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഫ്ലവറിനെ പോലെ തന്നെ, ഒറിജിനൽ ഫ്ലവറിനെ പോലെ തന്നെ തോന്നും. എന്നിട്ട് സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുത്താൽ ഇതുപോലെ സ്റ്റിക്ക് കയറ്റി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ പശ തേച്ച് കൊടുത്ത് ഫ്ലവർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ കിട്ടും. എന്നിട്ട് അടുത്തത് ഇതുപോലുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര എണ്ണം നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അനുസരിച്ച് ഉണ്ടാക്കുക. ഞാനൊരു 6 ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതുപോലെ പശ തേച്ചിട്ട് സ്റ്റിക്ക് കയറ്റി കൊടുത്താൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടി അവിടെ ഇരുന്നോളും. എന്നിട്ട് ഇതുപോലെ ഞാൻ ബാക്കിയുള്ള ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഫ്ലവറും എടുത്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതുപോലെ സിസർ കൊണ്ട് എല്ലാം ഒന്ന് ഷേപ്പാക്കിയെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓരോന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം വെറുതെ പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഞാൻ റെഡിയാക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം പശ തേച്ച് ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈം ലാഭിക്കാൻ പറ്റും. നമ്മളെപ്പോഴും സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റല്ലേ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള വഴിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ സ്റ്റിക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഗ്രീൻ ക്രീപ്പ് പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പീസ് ക്രീപ്പ് പേപ്പർ എടുത്ത് ഇതിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ഭാഗത്തും കൂടി ക്രീപ്പ് പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അത് ഫുള്ളായിട്ട് അങ്ങ് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പശ ഒന്നുകൂടി ഇടയ്ക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ ഒട്ടിപ്പോയിക്കോളൂ കേട്ടോ അവിടെയൊക്കെ. അങ്ങനെ ബാക്കിയെല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 3 ഫ്ലവർ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് അടുത്ത് വേണ്ട ലീഫാണല്ലോ. അപ്പോൾ ലീഫ് ഇതിൽ കാണുന്ന പോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഗം ഉപയോഗിച്ച് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തൽക്കാലം ഇപ്പോൾ ഓരോ ലീഫ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2 or 3 ലീഫൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ തൽക്കാലം ഇപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഫ്ലവർ 3 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ഫ്ലവറാണ്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.